ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോറോൺ എന്ന എലമെന്റ് ഫോം ചെയ്യുന്ന ചില കോമ്പൗണ്ടുകളെ പറ്റിയാണ്. അതിൽ നമ്മളിപ്പോൾ നോക്കുന്നത് ബോറാക്സ് എന്ന കോമ്പൗണ്ടിനെ പറ്റിയാണ്. അതെന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ബോറാക്സ് എന്ന കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല Na2B4O7 10H2O എന്നാണ്. അപ്പം സോഡിയം ഉണ്ട്, ബോറോൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. Then it is always associated with 10 വാട്ടർ മോളിക്യൂൾസ്. അപ്പം ബോറാക്സ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനോടൊപ്പം 10 മോളിക്യൂൾസ് ഓഫ് വാട്ടർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ എന്ന് വിളിക്കുന്നത്. നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് സ്ട്രക്ചർ, ദറ്റ് ഇസ് 10. ഇനിയും ബോറാക്സിന്റെ അൻഹൈഡ്രസ് ഫോമും ഉണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പം ബോറാക്സിന്റെ മോളിക്കുലാർ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക, Na2B4O7 10H2O. ദെൻ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക വിത്ത് ഇറ്റ്സ് ഇക്വേഷൻ. ഇക്വേഷൻ നിർബന്ധമാണ് കെമിസ്ട്രിയിൽ. അപ്പം പ്രിപ്പറേഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ബോറിക് ആസിഡ്. ബോറോൺ കണ്ടന്റ് ആയിട്ടുള്ള ഒരു ആസിഡാണ് ബോറിക് ആസിഡ്. ബോറിക് ആസിഡിന്റെ ഫോർമുല ശ്രദ്ധിച്ച് H3BO3. ഈ ബോറിക് ആസിഡും സോഡിയം കാർബണേറ്റും കൂടെ ബോയിൽ ചെയ്താൽ, ഒരുമിച്ചെടുത്തിട്ട് തിളപ്പിച്ചിട്ട് ആ കിട്ടുന്ന സൊല്യൂഷനെ പിന്നീട് തണുപ്പിക്കുമ്പോൾ ആൻഡ് ദ റിസൾട്ടിംഗ് സൊല്യൂഷൻ ഇസ് വെൻ കൂൾഡ് വി ആർ ഗെറ്റിംഗ് ബോറാക്സ് ക്രിസ്റ്റൽസ്. അപ്പം ബോറാക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ബോറിക് ആസിഡ്, സോഡിയം കാർബണേറ്റ്, അത് രണ്ടും കൂടെ എടുത്ത് ബോയിൽ ചെയ്യുക. ദെൻ ദ റിസൾട്ടിംഗ് സൊല്യൂഷൻ ഇസ് കൂൾഡ് ടു ഗെറ്റ് ദ ക്രിസ്റ്റൽസ് ഓഫ് ബോറാക്സ്. അപ്പോൾ ഒരു പ്രിപ്പറേഷൻ മെത്തേഡായി. ദെൻ പ്രോപ്പർട്ടീസ് ശ്രദ്ധിച്ചേ. ബോറാക്സ് ഇസ് എ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ 3 ഫോംസ്. ബോറാക്സ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ഫോമിലുള്ള ഒരു സാധനമാണ്, പൊടിയായിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് ക്രിസ്റ്റലൈൻ രൂപത്തിൽ വൈറ്റ് കളറിലാണ് വരുന്നത്. ഇനി അതിന് 3 തരത്തിൽ കാണപ്പെടാം. ഒന്ന് ഓർഡിനറി ബൊറാക്സ്. ഓർഡിനറി ബൊറാക്സ് എന്ന് പറയുമ്പോൾ സാധാ എപ്പോഴും കാണുന്ന ബൊറാക്സ്, ദാറ്റ് ഈസ് Na2B4O7 10H2O. അതിന്റെ കൂടെ 10 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഉണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ഒക്ടാഹീഡ്രൽ ബൊറാക്സ്. അതിന്റെ പ്രത്യേകത, അതിന്റെ മോളിക്കുലാർ ഫോർമുലയിൽ 5 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആണ് ഉള്ളത്. വാട്ടർ ഉണ്ട്, പക്ഷെ 5 ആണ് അതിന്റെ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ. അതാണ് ഒക്ടാഹീഡ്രൽ ബൊറാക്സ്. മൂന്നാമതൊരു ഫോമാണ് ബോറാക്സ് ഗ്ലാസ്. ബോറാക്സ് ഗ്ലാസിന്റെ പ്രത്യേകത, അത് ആൻഹൈഡ്രസ് ഫോമാണ്. ആൻഹൈഡ്രസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നുള്ള വാട്ടർ പോയി വാട്ടർ ഇല്ലാത്തൊരവസ്ഥയാണ് ആൻഹൈഡ്രസ് എന്ന് വിളിക്കുന്നത്, അതായത് Na2B4O7 മാത്രം. അപ്പൊ ബോറാക്സിന് 3 രീതിയിൽ കാണപ്പെടാം. ഒന്ന് ഓർഡിനറി ബൊറാക്സ് Na2B4O7 10H2O, then octahedral borax Na2B4O7, and the third one borax glass, that is its anhydrous form Na2B4O7 only. ദെൻ ബോറാക്സ് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാണെന്ന് വെച്ചു. ബോറാക്സ് വെൻ ഡിസോൾവ്സ് ഇൻ വാട്ടർ, ഈ പ്രോഡക്റ്റ് നോക്കിക്കേ, NaOHഉം H3BO3. NaOH നമുക്കറിയാം സോഡിയം ഹൈഡ്രോക്സൈഡ്, അതൊരു സ്ട്രോങ് ബേസ് ആണ്. H3BO3 എന്ന് പറയുമ്പോൾ ബോറിക് ആസിഡ്, അതൊരു വീക്ക് ആസിഡ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ കുറച്ച് ബോറാക്സ് എടുത്തുകൊണ്ടുവന്ന് വെള്ളത്തിൽ കലക്കിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു സ്ട്രോങ് ബേസും വീക്ക് ആസിഡും. അപ്പം ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് ഈ കിട്ടുന്ന പ്രോഡക്റ്റിൽ ഏതാണോ സ്ട്രോങ് അതിന്റെ പ്രോപ്പർട്ടി ആയിരിക്കും നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ കാണിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇത് സ്ട്രോങ്ങും ഇത് വീക്കും ആണ്. അപ്പൊ ഈ സ്ട്രോങ് ബേസിന്റെ പ്രോപ്പർട്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, വെൻ ബോറാക്സ് ഇസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ദ റിസൾട്ടിംഗ് സൊല്യൂഷൻ ഇസ് ആൽക്കലൈൻ. ആൽക്കലൈൻ എന്ന് പറഞ്ഞാൽ ബേസിക്. എന്തുകൊണ്ടാണ്? ബേസും ഉണ്ട്, ആസിഡും കിട്ടുന്നുണ്ട്, പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ളത് ബേസ് ആണ്. അതുകൊണ്ട് ആ ബേസിക് നേച്ചർ ആയിരിക്കും നമ്മൾ അത് കലക്കി കഴിഞ്ഞ് കിട്ടുന്ന സൊല്യൂഷന്റെ നേച്ചർ. അപ്പം pH ഒക്കെ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അത് ആ ബേസിക് റേഞ്ചിലായിരിക്കും. 7ൽ താഴെയായിരിക്കും, 7ൽ കൂടുതലായിരിക്കും ആ റിസൾട്ടിംഗ് സൊല്യൂഷന്റെ pH. നോക്കിക്കേ, ബോറാക്സ് അണ്ടർഗോ ഹൈഡ്രോളിസിസ് ഇൻ വാട്ടർ ഫോമിംഗ് ദ സ്ട്രോങ് ബേസ് NaOH, ദാറ്റ് ഈസ് ദ aqueous സൊല്യൂഷൻ ഓഫ് ബോറാക്സ് ഇസ് ആൽക്കലൈൻ. ഇക്വേഷനും പഠിക്കുക. ദെൻ തേർഡ് വൺ, ഫോർമേഷൻ ഓഫ് മെറ്റാബോറേറ്റ്സ്. അപ്പം ഈ ബൊറാക്സിന്റെ ഒരു പ്രത്യേകതയാണ്, ബോറാക്സും വേറെ കുറെ എലമെന്റുകൾക്ക് ഈ കോമ്പൗണ്ടുകൾക്ക് ഈ പ്രത്യേകതയുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ബോറാക്സ് ചില സോൾട്ടുകളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് അതിന്റെ
എന്താണ് മെറ്റാബൊറേറ്റ് എന്നുള്ള ഫോമിലേക്ക് പോകും. ഈ BO2 ഗ്രൂപ്പ് വരുന്നതാണ് മെറ്റാബൊറേറ്റ്. ഇത് ബേരിയം മെറ്റാബൊറേറ്റ് ആണ്. ബേരിയം മെറ്റാബൊറേറ്റ് പ്ലസ് H3BO3. അപ്പം ബൊറാക്സിനുള്ളൊരു പ്രത്യേകത, അത് ചില എലമെന്റുകളുടെ സോൾട്ടുകളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബേരിയത്തിന്റെ ബേരിയം ക്ലോറൈഡ് എന്നുള്ള സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് അതിന്റെ മെറ്റാബൊറേറ്റ്, ആ ബേരിയത്തിന്റെ മെറ്റാബൊറേറ്റ് ആയിട്ട് BO2 ഗ്രൂപ്പ് ഉണ്ടോ, BaBO2 ട്വൈസ്, ഇത് ആ മെറ്റാബൊറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അത് ബൊറാക്സിന്റെ ഒരു റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തത് ബൊറോൺ ബൊറാക്സ് 3 രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ബൊറാക്സ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ റിസൾട്ടിങ് സൊല്യൂഷൻ ഇസ് ആൽക്കലൈൻ. ദെൻ തേർഡ് വൺ മെറ്റാബൊറേറ്റ്സ് ഫോം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഇനി ഫോർത്ത് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ഉപയോഗപ്പെടുന്ന ഒരു റിയാക്ഷൻ ആണ് ആക്ഷൻ ഓഫ് ഹീറ്റ്. ബൊറാക്സിനകത്തേക്ക് നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ, ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്? അപ്പം Na2B4O7 10H2O ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അതിലെ ഈ 10 മോളിക്യൂൾസ് ഓഫ് വാട്ടർ പോകും. അപ്പൊ എന്തായിട്ട് മാറും? അത് അതിന്റെ ആൻഹൈഡ്രസ് ഫോമിലേക്ക് മാറും. അപ്പോൾ അതൊരു വൈറ്റ് പോറസ് മാസ്, ഒരു വെള്ള കളറിലിരിക്കുന്ന ഒരു സോളിഡ് സാധനം ആയിട്ടാണ് അന്നേരം നമുക്ക് കാണപ്പെടുന്നത്. എപ്പോൾ ജസ്റ്റ് ചൂട് കൊടുക്കുമ്പം ആ 10 മോളിക്യൂൾ വാട്ടർ പോയിട്ട് ഇതിങ്ങനെ ആൻഹൈഡ്രസ് ഫോമിലേക്ക് മാറും. എഗെയിൻ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കിക്കേ, സോഡിയം മെറ്റാബോറേറ്റും B2O3 ബോറോൺ ട്രയോക്സൈഡ് ആയിട്ട് മാറും. ഈ ഒരു മിക്സ്ചർ NaBO2 plus B2O3 ഇതെന്ന് പറയുന്നത് ദാറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ ഗ്ലാസി ട്രാൻസ്പെറന്റ് മാസ്, ഒരു മഞ്ഞുതുള്ളി പോലെ, അതായത് ഒരു ഗ്ലാസിന്റെ രൂപത്തിലേക്ക് ഒരു കളർലെസ് ആയിട്ട്, ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു കളർലെസ് ഫോം അല്ലേ, അങ്ങനെ ഒരു കുമിള പോലെ, ഒരു മഞ്ഞുതുള്ളി പോലെ ഇങ്ങനെ നമുക്ക് കാണപ്പെടും. എപ്പോഴാണ് ബോറാക്സ് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു വൈറ്റ് പോറസ് മാസ് ആവും, പിന്നീടും കുറച്ചു നേരം കൊണ്ട് ചൂടാക്കി കഴിയുമ്പോൾ അത് NaBO2 plus B2O3 ആവും. ദാറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ ഗ്ലാസി ട്രാൻസ്പെറന്റ് മാസ്. അത് സോളിഡ് ആണ്. ഇനി നമ്മൾ ഈ ട്രാൻസ്പെറന്റ് മാസിനെ നമ്മളൊരു പ്ലാറ്റിനം വയറിന്റെ അറ്റത്തേക്ക്, അതിനെ ബീഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു ഗ്ലാസി ഫോമിനെ, ആ ബീഡിനെ നമ്മളൊരു പ്ലാറ്റിനം വയറിന്റെ ടിപ്പിലേക്ക് എടുത്തിട്ട് അത് ഏതെങ്കിലുമൊക്കെ മെറ്റൽസിന്റെ സൊല്യൂഷൻ, ഇപ്പം ഏതെങ്കിലും മെറ്റൽസ് എടുത്തിട്ട് അത് വെള്ളത്തിൽ കലക്കി അതിന്റെ സൊല്യൂഷൻ എടുത്തിട്ട് ഈ ഗ്ലാസി ബീഡ് അതിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ ഫ്ലെയിമിലേക്ക് കാണിച്ച് അതിനെ എന്ത് ചെയ്താൽ ഇഗ്നൈറ്റ് ചെയ്താൽ എന്ത് വരും? നമുക്കതിൽ പല ഫ്ലെയിംസ് നമുക്ക് കിട്ടും. പല കളറിലുള്ള ഫ്ലെയിംസ് കിട്ടും. അപ്പൊ ഈ ഓരോ മെറ്റലിനും ഓരോ ഫ്ലെയിം ആണ്. അപ്പൊ നമുക്ക് ഏത് മെറ്റൽ ആണെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഈ ബോറാക്സ് ബീഡ് ടെസ്റ്റ്, അങ്ങനെയാണ് ഇതിനെ അറിയപ്പെടുന്നത്, ഈ ഒരു ടെസ്റ്റ് നടത്താം. അപ്പം ചിലപ്പോൾ നമുക്ക് അറിയാത്തൊരു കോമ്പൗണ്ട് ആയിരിക്കും നമ്മുടെ കയ്യിലിരിക്കുന്നത്, ഏത് മെറ്റൽ ആണെന്നോ അല്ലെ ഏത് എലമെന്റ് ആണെന്നോ അറിയാത്തൊരു സംഭവമാണെങ്കിൽ അതിനെ സൊല്യൂഷൻ ആക്കിയിട്ട് എന്ത് വേണം? ഈ ബോറാക്സ് ബീഡ് പ്ലാറ്റിനം വയറിന്റെ ടിപ്പിലേക്ക് എടുത്തിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഏതാണെന്ന് അറിയാത്ത സൊല്യൂഷൻ ഇല്ല, അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഫ്ലെയിമിലേക്ക് കാണിക്കുമ്പോൾ ഏത് കളറാണോ നമുക്ക് കിട്ടുന്നത് ആ കളറിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ കയ്യിലിരിക്കുന്നത് ഏത് മെറ്റൽ ആണെന്ന് മനസ്സിലാക്കാം. അതാണ് ഈ ബോറാക്സ് ബീഡ് ടെസ്റ്റ്. അത് നമ്മൾ ഈ ഇനോർഗാനിക് ലാബിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഫ്ലെയിം ടെസ്റ്റ് ഒക്കെ ഇല്ലേ, അതിനോട് സിമിലർ ആണ് കേട്ടോ. അപ്പം ബോറാക്സിന്റെ ഒരു ഉപയോഗമാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പെർഫോമിംഗ് ദ ബോറാക്സ് ബീഡ് ടെസ്റ്റ്. Then fifth one, action of NH4Cl, അമോണിയം ക്ലോറൈഡും ബോറാക്സും കൂടെ റിയാക്ട് ചെയ്യുമ്പം എന്താണ് പ്രോഡക്റ്റ്? നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ഹീറ്റ് ചെയ്യാം. ബോറാക്സിനെ അമോണിയം ക്ലോറൈഡിനെയും കൂടെ ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ശ്രദ്ധിച്ച്, BN ബോറോൺ നൈട്രൈഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ബോറോൺ നൈട്രൈഡ്. ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ബോറാക്സും അമോണിയം ക്ലോറൈഡൂടെ ഹീറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബോറാക്സിനെ പറ്റി. ബോറാക്സ് ബോറോണിന്റെ ഒരു കോമ്പൗണ്ടാണ്. അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്താണ്, ദെൻ അതിന്റെ ചില പെക്യൂലിയർ റിയാക്ഷൻസ്, യൂസുകൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു.